എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയം ആയിരുന്നു ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം. അതുമായി ബന്ധപ്പെട്ട് എല്ലാവരുടെയും വീടുകളിൽ BLOമാർ ഉൾപ്പെടെ ഉള്ളവർ എത്തുകയും അങ്ങനെ എല്ലാവരും വോട്ടവകാശം ഉള്ള ഏതാണ്ട് മുഴുവൻ ആളുകളും ഇതിനോടകം തന്നെ BLOമാർക്ക് ആ പേരും വിവരങ്ങളുമൊക്കെ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ വിവരശേഖരണം ഇന്ന് അവസാനിക്കുകയാണ്. നിലവിലെ കണക്ക് പ്രകാരം 24,95,069 പേരുടെ എന്യൂമറേഷൻ ഫോം ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്യൂമറേഷൻ ഫോം തിരിച്ചു വരാത്തവരുടെ വിവരങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം മുതൽ പ്രസിദ്ധീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതായത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി SIRൽ നിങ്ങളുടെ പേരുണ്ടോ ഇല്ലയോ, അതാണല്ലോ പ്രധാനപ്പെട്ടത്. അങ്ങനെ പേരുണ്ട് എങ്കിൽ നിങ്ങൾ വീണ്ടും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് വേണ്ടി ചില നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ഞാൻ ആദ്യം എങ്ങനെയാണ് നിങ്ങൾ ഈ SIRൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, നിങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് പരിശോധിക്കുന്നത് എന്നതിൻ്റെ വിശദാംശങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. അത് ദൃശ്യങ്ങളുടെ സഹായത്തോടു കൂടി തന്നെ പങ്കുവയ്ക്കാം. ആ ദൃശ്യങ്ങളിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിലോ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലോ നിങ്ങൾ ഒരു സെർച്ച് എഞ്ചിനിൽ പോയി www.ceo.kerala.government.gov. അതോടൊപ്പം തന്നെ ആർട്സ് ലിസ്റ്റ് എന്ന നിലയിൽ ഉള്ള വെബ്സൈറ്റിലേക്ക് ആണ് കയറേണ്ടത്. ആ വെബ്സൈറ്റിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് കണ്ടെത്താൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതാ പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അതിൽ കൃത്യമായി kerala.government.in/art-list എന്ന് കാണാം. അവിടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ സൈറ്റിലേക്ക് കയറുമ്പോൾ അവിടെ ജില്ലകൾ ആ സ്ക്രീനിൻ്റെ, അതായത് നിങ്ങൾക്ക് മുന്നിലുള്ള സ്ക്രീനിൻ്റെ താഴെ സെലക്ട് ഡിസ്ട്രിക്റ്റ് എന്ന് കാണാൻ സാധിക്കും. നിങ്ങളുടെ ജില്ല ഏതാണോ അത് തിരഞ്ഞെടുക്കുക. ഞാൻ എൻ്റെ ജില്ലയായ എറണാകുളം ജില്ലയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. തൊട്ടടുത്ത കോളത്തിൽ നിങ്ങൾക്ക് അസംബ്ലി നിങ്ങളുടെ അസംബ്ലി മണ്ഡലം ഏതാണോ അത് തിരഞ്ഞെടുക്കുക. ഞാൻ എൻ്റെ അസംബ്ലി മണ്ഡലം 140 നിയോജക മണ്ഡലങ്ങളിൽ പിറവം എന്ന് പറയുന്ന നിയോജക മണ്ഡലം ആണ് എൻ്റേത്. അതുകൊണ്ട് ഞാൻ പിറവം തിരഞ്ഞെടുത്തിരിക്കുന്നു. അവിടെ തന്നെ ആ പിറവം തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ അടുത്ത ഭാഗത്ത് സെലക്ട് പാർട്ട് എന്ന് കാണാൻ സാധിക്കും. അവിടെ നിങ്ങളുടെ ബൂത്ത് അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ വോട്ട് ചെയ്യാറുള്ളത് ആ ബൂത്ത് നമ്പറും അത് ഏത് സ്ഥലം. ഞാൻ വോട്ട് ചെയ്യാറുള്ളത് 69-ാം ബൂത്തിലാണ്. അത് ഗവൺമെൻറ് ഹൈസ്കൂൾ മാമലശ്ശേരി എന്ന എൻ്റെ നാട്ടുംപുറം ആണ്. ഞാനത് സെലക്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത് സെലക്ട് ചെയ്യുന്നു. ഇങ്ങനെ 3 ഓപ്ഷനുകൾ ആണ് ഉള്ളത്. ജില്ല, നിങ്ങളുടെ നിയമസഭാ മണ്ഡലം, ഒപ്പം നിങ്ങൾ വോട്ട് ചെയ്യാറുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഏത് ബൂത്തിൻ്റെ പരിധിയിലാണോ വരുന്നത് അങ്ങനെ. അതാണ് പാർട്ട് നെയിം എന്നത് ലാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഈ 3 ഓപ്ഷനുകൾ നിങ്ങൾ നിർബന്ധമായും സെലക്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും സ്ക്രീനിൻ്റെ താഴെ ഭാഗത്ത് ഇടത്തെ അറ്റത്തായി ഡൗൺലോഡ് ASD എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ അവിടെയാണ് ഇനി ക്ലിക്ക് ചെയ്യേണ്ടത്. അതായത് ഈ 3 കോളങ്ങൾ ഫിൽ ചെയ്ത ശേഷം നിങ്ങൾ ഡൗൺലോഡ് ASD എന്ന് നൽകേണ്ടതുണ്ട്. അതിൽ ഞാൻ സെലക്ട് ചെയ്തത് എൻ്റെ ജില്ലയായ എറണാകുളം, പിറവം, മാമലശ്ശേരി എന്ന ബൂത്ത്. ഇപ്പോഴിതാ നിങ്ങൾക്ക് വ്യൂ എന്യൂമറേഷൻ ഫോം ഡീറ്റെയിൽസ് എന്ന തലത്തിൽ ഒരു PDF ഡേറ്റ വരും. അതിൽ തന്നെ നോക്കൂ, ആദ്യമേ തന്നെ ഒരു പേര് കാണാൻ സാധിക്കുന്നുണ്ട്. വിനിൽ KP എന്നുള്ളതാണ്. എൻ്റെ നാട്ടിൽ ആയതുകൊണ്ട് തന്നെ എൻ്റെ സുഹൃത്താണ് വിനിൽ. ആ വിനിലിൻ്റെ പേര് ഇപ്പോൾ വന്നിരിക്കുന്നു ഈ ലിസ്റ്റിൽ എന്നുള്ളതാണ്. അപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ വിനിലിൻ്റെ പേരില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. വിനിൽ ഉൾപ്പെടെ ഉള്ളവർ, അതായത് അതിന് താഴെ മറ്റു ചില പേരുകൾ മേഘ, അങ്ങനെ കൗസല്യ, അങ്ങനെയൊക്കെയുള്ള പേരുകൾ കാണാൻ സാധിക്കുന്നു. ഇതൊരു നാട്ടുംപുറമായതുകൊണ്ട് തന്നെ പരസ്പരം അറിയുന്ന ആളുകളൊക്കെയാണ്. രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുകയും അതിൻ്റെ ഡേറ്റകൾ എത്രയും പെട്ടെന്ന് ഈ ആളുകളെ നേരിൽ കണ്ടുകൊണ്ട് എത്തിക്കുകയും ഒക്കെ ചെയ്യും. ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ടോ എന്നത് പരിശോധിക്കാൻ കഴിയുക. ഇതുമായി ബന്ധപ്പെട്ട മറ്റു ചില ഡേറ്റകൾ കൂടി നമ്മൾ വളരെ പെട്ടെന്ന് ഒന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ്. അതനുസരിച്ചുള്ള ഡേറ്റകളിലേക്കാണ് പോകുന്നത്. സംസ്ഥാനത്തെ ആകെ വോട്ടർമാരുടെ എണ്ണം ഉൾപ്പെടെയുള്ള ഡേറ്റയാണ് ഇനി നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത്. അവിടെ ഇതാ വളരെ കൃത്യമായി പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ SIR എന്നത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്നത് നടപ്പിലാക്കുമ്പോൾ ആകെ ഉള്ള വോട്ടർമാരുടെ എണ്ണം എന്നത് 2.78 കോടിയാണ്. കേരളത്തിൽ 2.78 കോടി വോട്ടർമാരാണ്. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളാണ് ഉള്ളത്. ആ വോട്ടർമാരിൽ ഏതാണ്ട് 24 ലക്ഷത്തോളം ആളുകൾക്ക് ഇപ്പോഴത്തെ SIR ഫോം പൂരിപ്പിച്ച് നൽകാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനിയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടുതലായി പരിശോധിക്കേണ്ടത്. ഇന്ന് അവസാനിക്കുന്ന പശ്ചാത്തലത്തിൽ, അതായത് വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇന്ന് അവസാനിക്കുന്ന പശ്ചാത്തലത്തിൽ ഇനി അതിൻ്റെ ഡേറ്റകളിലേക്ക് കൂടി നമ്മൾ വിശദമായി പോകുമ്പോൾ ഡിസംബർ 23-നാണ് ഇതുമായി ബന്ധപ്പെട്ട കരട് വോട്ടർ പട്ടിക
പ്രസിദ്ധീകരിക്കുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ അടുത്ത വോട്ടേഴ്സ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട പേരുകൾ ഉൾപ്പെടെ വന്നിട്ടുള്ളവരുടെ ഒരു കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് 23-ാം തീയതി ആകും എന്നുള്ളതാണ്. അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ഇപ്പോൾ നമുക്കുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പേര് അതിൽ ഉൾപ്പെടാത്ത ഒരു പശ്ചാത്തലം ഉണ്ടാകുമ്പോൾ അവിടെ ഈ ആക്ഷേപങ്ങളും പരാതികളും നൽകുന്നതിനുള്ള തീയതിയാണ് ജനുവരി 22. ഈ 22 വരെ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉണ്ടെങ്കിൽ അത് ധരിപ്പിക്കുവാനുള്ള സാഹചര്യം ആണ് ഉള്ളത്. ആ സാഹചര്യമാണ് ഏറ്റവും നന്നായി നിങ്ങൾ പ്രയോജനപ്പെടുത്തേണ്ടത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ ഡിസംബർ 23 ഹിയറിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ ആരംഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഫെബ്രുവരി 14 ആണ് ഹിയറിംഗ് അവസാനിക്കുന്ന സാഹചര്യം എന്നതുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഫെബ്രുവരി 21 കൂടിയാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ പോകുന്നത്. ഇതിന് ഒപ്പം തന്നെ നമ്മൾ എടുത്ത് സൂചിപ്പിക്കേണ്ട ഒന്ന്, ഈ SIRമായി ബന്ധപ്പെട്ട് നിലവിലിപ്പോൾ സുപ്രീം കോടതിയിലടക്കം ഹർജികൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ SIRന് സമയം കൂട്ടി നൽകണം, BLOമാർക്ക് വലിയ അധ്വാനമാണ് ഉള്ളത് എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ഈ SIR പൂരിപ്പിച്ച് നൽകുന്നതിനുള്ള സമയം വർദ്ധിപ്പിച്ചിരുന്നു. ഇനിയും അത് വർദ്ധിപ്പിക്കുമോ എന്നതിലൊക്കെ കൂടുതൽ കൂടി വ്യക്തത കൈവരേണ്ടതുണ്ട്. ഇനി നമുക്ക് പരിശോധിക്കേണ്ടത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു എങ്ങനെയാണ് ഈ ലിസ്റ്റ് എടുക്കേണ്ടത് എന്നത്. അത് ഞാൻ വീഡിയോ സഹിതമാണ് പ്രേക്ഷകരുമായി പങ്കുവച്ചത് എങ്കിൽ അതിൽ നിന്ന് പുറത്തു പോയാൽ എന്തു ചെയ്യും എന്ന സംശയങ്ങൾ പ്രേക്ഷകർക്ക് സ്വാഭാവികമായും ഉണ്ടാകും. അതായത് മതിയായ കാരണങ്ങളില്ലാതെയാണ് ഈ പുറത്താക്കൽ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടുള്ളത് എങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് ബൂത്ത് ലെവൽ ഓഫീസറെ കണ്ടുകൊണ്ട് SIRന്റെ ഫോം പൂരിപ്പിച്ച് നൽകുവാനുള്ള അവസരം ഉണ്ട് എന്നുള്ളതാണ്. ഫോം പൂരിപ്പിച്ച് നൽകി തെറ്റ് തിരുത്താനുള്ള സമയം ആണ് ഇന്നത്തേത്. ഫോം നൽകിയാൽ 23-ന് പ്രസിദ്ധീകരിക്കുന്ന കരട് പട്ടികയിൽ പേര് ഉൾപ്പെടുത്തും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് ഈ 23-ാം തീയതിയിലത്തെ പട്ടികയിലേക്ക് പേരുണ്ടോ എന്നത് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. ഇനി നമുക്ക് അതിൻ്റെ വിശദാംശങ്ങൾ തന്നെയാണ് പരിശോധിക്കേണ്ടത്. അതായത് ഈ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം വിവരങ്ങൾ നൽകുന്നു എന്നതിനോടൊപ്പം തന്നെ മറ്റ് ചില സാഹചര്യങ്ങൾ കൂടിയുണ്ട്. ഈ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഈ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾ അവർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു, അക്കാര്യങ്ങൾ അവരെ അറിയിച്ചാൽ അവരും നമ്മളെ സഹായിക്കുന്ന സാഹചര്യമുണ്ട്. ആ പരാതികളും ആക്ഷേപങ്ങളും ഒക്കെയാണ് 23 വരെ അറിയിക്കാൻ സാധിക്കുന്നത്. അതായത് SIRന് പുറത്താണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് പരിശോധിക്കേണ്ടത് ജില്ലാ നിയമസഭാ മണ്ഡലം പാർട്ട് ബൂത്ത് നമ്പർ ഇവയെല്ലാം പരിശോധിച്ചുകൊണ്ട്, നേരത്തെ വീഡിയോ ദൃശ്യങ്ങളും നിങ്ങൾ കണ്ടു കാണും, അത് ശ്രദ്ധിക്കാത്തവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി പറയുന്നു. ആ വെബ്സൈറ്റിലേക്ക് പോയാൽ അവിടെ ജില്ല കാണാം, അതിനുശേഷം നിയമസഭാ മണ്ഡലം കാണാം, ബൂത്ത് കാണാം. ആ ഓപ്ഷനുകൾ പൂരിപ്പിച്ച് നൽകുക. അതിനുവേണ്ട വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത്. വെബ്സൈറ്റിൽ കയറി ഈ 3 ഭാഗങ്ങൾ ആണ് ജില്ല, നിയമസഭാ മണ്ഡലം, പാർട്ട് എന്നത് ബൂത്ത് നമ്പറാണ്. ആ ബൂത്ത് നമ്പർ കൂടി പൂരിപ്പിച്ച് നൽകുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് ആണ് പോകേണ്ടത്. SIRന് പുറത്താണോ എന്നറിയാനാണ് ADS ബട്ടൺ. ഞാൻ നേരത്തെ ദൃശ്യങ്ങളുടെ സഹായത്തോടെ അത് കാണിച്ചതാണ്. ASD ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ആ ASD ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു ഡേറ്റ PDF ഫോർമാറ്റിൽ ലഭിക്കുക. അതിൽ നിങ്ങളുടെ പേരുണ്ടോ എന്നതാണ് പരിശോധിക്കേണ്ടത്. ഇനി പേരുണ്ട് എങ്കിൽ എന്താണ് നിങ്ങൾക്ക് അടുത്തതായി ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അതിന് നിങ്ങൾ അടിയന്തിരമായി ചെയ്യേണ്ടത് BLOമാരെ ബന്ധപ്പെടുക എന്നതാണ്. ഇതിനു മുമ്പ് SIRൽ പേര് ചേർക്കുന്നതിന് വേണ്ടി നിങ്ങളെ സമീപിച്ച BLOമാർ കഴിയുന്നത്ര ഫോൺ നമ്പറുകൾ അടക്കം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടാകും. അതല്ല എങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടികളെ ബന്ധപ്പെട്ടാൽ BLOമാരെ ബന്ധപ്പെടാൻ സാധിക്കും. അത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അവിടം കൊണ്ടും അവസാനിക്കുന്നില്ല, മറ്റ് ഓപ്ഷനുകൾ ഉണ്ട്. ഈ SIR ഫോം പൂരിപ്പിച്ച് നൽകണം. BLOയെ കണ്ടാൽ വീണ്ടും ഈ SIR ഫോം, അവർ നൽകുന്ന ഫോം കുറച്ചുകൂടി കൃത്യതയോടെ വ്യക്തതയോടുകൂടി പൂരിപ്പിച്ച് നൽകുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതും പരിഹരിക്കപ്പെടാത്ത സാഹചര്യമുണ്ടെങ്കിൽ മറ്റ് ഓപ്ഷനുകൾ കൂടിയുണ്ട് എന്നത് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയാണ്. ഫോം 6-നൊപ്പം സത്യവാങ്മൂലം നൽകുക എന്നതാണ് അടുത്ത സ്റ്റെപ്പായി നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇപ്പോൾ ഇനി ഈ SIR ഫോം പൂരിപ്പിച്ച് നൽകിയതിന് ശേഷവും ഒന്നും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യത ഇല്ല എങ്കിൽ പറ്റുന്നൊരു സാഹചര്യമാണിത്. അതോടൊപ്പം തന്നെ പ്രവാസികളായിട്ടുള്ളവർ, അവർക്ക് സ്വാഭാവികമായും സംശയമുണ്ടാകും, ഞങ്ങൾ പുറത്തായിട്ടുള്ള ആളുകളാണ്, അവർക്ക് എങ്ങനെയാണ് എന്നുള്ളത്. അവിടെയാണ് പ്രവാസികൾക്ക് ഫോം 6-നൊപ്പം സത്യവാങ്മൂലം നൽകുവാനുള്ള അവസരം ഒരുക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വിലാസം മാറ്റാൻ
ഈ ഇപ്പോഴത്തെ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് പേരുകളിൽ ഉൾപ്പെടെ അക്ഷരത്തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഫോം 8 എന്നതാണ് നൽകേണ്ടത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെയും കൊണ്ടും അവസാനിക്കുന്നില്ല. ഇനിയും നമ്മുടെ പേര് പട്ടികയിൽ വരുന്നില്ല എങ്കിൽ അപ്പീലുകൾ നൽകുവാനുള്ള അവസരങ്ങൾ ആണ് ഉള്ളത്. അത് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കാണ്. നമ്മൾ വളരെ കൃത്യമായി അപേക്ഷയും കാര്യങ്ങളും എല്ലാം നൽകിയിട്ടും വീണ്ടും നമ്മൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുന്ന സാഹചര്യമുണ്ട് എങ്കിൽ അത് തുച്ഛമായിരിക്കും. വളരെ കുറച്ച് ആളുകൾ മാത്രമായിരിക്കും അങ്ങനെ പുറത്തു പോകുക. എങ്കിലും ആ സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. അങ്ങനെയാണ് എങ്കിലാണ് 1ാം അപ്പീലിലേക്ക് പോകുന്നത്. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് അപ്പീൽ നൽകാം എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഒരു ഉത്തരവ് വരും, നിങ്ങളുടെ പട്ടിക അല്ലെങ്കിൽ പേര് ചേർത്തോ ഇല്ലയോ എന്നത് സംബന്ധിച്ച്. ആ 1ാം അപ്പീലിലെ ഉത്തരവ് വന്ന് 30 ദിവസത്തിനകം നിങ്ങൾക്ക് ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് 2ാം അപ്പീൽ കൂടി നൽകാം എന്നതാണ് മറ്റൊരു ഓപ്ഷൻ. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഈ പട്ടികയിൽ നിന്ന് പുറത്തു പോയാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ ഉള്ളത്. എന്തായാലും ഇതിനൊക്കെ ശേഷമാണ് അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 21 പ്രസിദ്ധീകരിക്കുക. അതിനുശേഷമായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി വരെ ഈ പട്ടികയിൽ പേര് ചേർക്കാനും മാറ്റങ്ങൾ വരുത്തുവാനും ഒക്കെയുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് വോട്ട് എന്നത് ഒരു പൗരൻ്റെ ഏറ്റവും വലിയ അവകാശമാണ്. ഓർക്കുക, ജനാധിപത്യ രാജ്യത്തിലെ രാജാവ് എന്നത് ജനങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളുടേത് വിലപ്പെട്ട വോട്ടാണ്. ആ വോട്ട് ചെയ്യാനുള്ള അവസരം നിങ്ങൾ സൃഷ്ടിച്ചെടുക്കുക തന്നെ വേണം.